നമസ്കാരം. ഗാസയിൽ സമാധാനം പുലരേണ്ടത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. ഗാസയിൽ കൂട്ടക്കുരുതികൾ നടക്കുമ്പോൾ ലോകം ഒന്നടങ്കം വേദനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശുഭസൂചകമായ ചില വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നത്. അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉടൻ തന്നെ ഗാസയിൽ സമാധാനം പുലരും എന്ന് തന്നെയാണ്. ഗാസ മുനമ്പിലെ വെടിനിർത്തൽ കരാറിനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ 10 ഇസ്രായേൽ തടവുകാരെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഹമാസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പൊരുത്തപ്പെടാനാവാത്ത നിലപാട് വെടിനിർത്തൽ ചർച്ചകൾ ദുഷ്കരമാക്കുമെന്നും ഹമാസ് പറഞ്ഞുവെച്ചു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച 74 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ പുതിയ നിലപാട്. ഇരുപക്ഷവും ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളതിനാൽ ഉടൻ തന്നെ തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീണ്ടും പറഞ്ഞതായി ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള പുതിയ ഉടമ്പടി ഹമാസ് ഗ്രൂപ്പ് അംഗീകരിച്ചതായി ഹമാസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വംശഹത്യ തടയുന്നതിനുമായാണ് ഹമാസ് ഒത്തുതീർപ്പിൽ എത്തുന്നത് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിന് പൂർണ്ണമായ അന്ത്യമാകുന്നതുവരെ ജനങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ നൽകാൻ ലോകത്തോട് ഈ ഉദ്യോഗസ്ഥൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി പലസ്തീനികളെ ബാധിക്കാത്ത തരത്തിൽ ഇസ്രായേൽ സൈന്യം മേഖലയിൽ നിന്ന് തിരികെ മടങ്ങണം. ഇത് രണ്ടാം ഘട്ട ചർച്ച നല്ല രീതിയിൽ നടത്തുന്നതിന് വഴിയൊരുക്കുമെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ജൂലൈ 8 കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വൈറ്റ് ഹൗസിൽ വെച്ചാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച നടന്നത്.